പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സമരങ്ങൾ ശക്തമാവുകയാണ്. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധങ്ങൾ തടയാൻ ഡൽഹിയിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, മുമ്പും ഈ പൗരത്വ നിയമത്തിനും NRCക്കുമെതിരെ വലിയ സമരത്തിന്റെ കേന്ദ്രമായി മാറിയതാണ് ഡൽഹി സർവകലാശാലയും ജാമ്യ മില്ലിയും ഒക്കെ. സമാനമാണോ ഇപ്പോഴവിടെ ആരംഭിച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളും? ഗോകുൽ, 2019 സമാനമായ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ രൂപപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലെ ക്യാമ്പസുകളിൽ ജാമിയ മിലിയ, JNU അടക്കമുള്ള വിവിധ ക്യാമ്പസുകളിൽ കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ഡൽഹി സർവകലാശാലയിലെ ക്യാമ്പസിലാണ് പ്രതിഷേധമുണ്ടായത്. SIO, MSF അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ക്യാമ്പസിനകത്ത് പോലീസ് കയറി മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. കാരണം പ്രതിഷേധത്തിന് മുൻപ് തന്നെ ക്യാമ്പസിനകത്ത് കയറിയ പോലീസ് നടപടിയിൽ ഇതിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പോലീസിന് വിദ്യാർത്ഥികളെല്ലാം തന്നെ ക്യാമ്പസിനകത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളെ വിവിധ സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ക്യാമ്പസിന് പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപക്ഷെ രൂപപ്പെടാം. ആ ഒരു സാഹചര്യത്തിൽ ക്യാമ്പസിൽ ഇപ്പോഴും പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിലും സമാനമായി തന്നെ, പ്രത്യേകിച്ചും JNU ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പോലീസിനെ ഇപ്പോഴും വിന്യസിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹി സർവകലാശാലയിലും അവിടെയുള്ള ജാമ്യ മില്ലിയ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും JNUവിലുമൊക്കെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.